ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. കുക്കിംഗ് ഉണ്ട്, ഒരു കുമ്പളം കറി വെക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു സംഭവം ഉൾപ്പെട്ടിട്ടില്ല. പുളി പിഴിഞ്ഞ് ഒഴിച്ചത് അത് ക്യാമറ ഓഫായി തോന്നണം. അത് കാരണം അതിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ രാവിലെ തന്നെ നല്ല മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണിപ്പോൾ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് മഴയാണ്. ഇന്ന് നല്ല മഴയാണ്. രാവിലെ മുതൽ രാത്രി വരെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലിയർ കുറവൊക്കെ വീഡിയോയിലുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ കറീനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ ചേർത്ത സാധനങ്ങളെ പറ്റി. കാരണം ശരിക്കും ഒരുപാട് കുക്കിംഗ് അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഈ വീഡിയോ കാണുന്നവരിൽ. മറ്റുള്ളവർ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണത്. പിന്നെ ഞാൻ അത്ര വലിയ കുക്കൊന്നല്ല, ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യും. എൻ്റെ നാത്തൂന്മാരാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. ഞാൻ അവർക്കിങ്ങനെ ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ 2 റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്, ലാസ്റ്റ് അത് കട്ടായി വന്നില്ല. പിന്നെ ഒന്ന് ചരങ്ങയും പയറും ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്. അത് നല്ല രീതിയിലായിട്ടുണ്ട്. എന്തായാലും താളിപ്പായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെ ക്ലീൻ ചെയ്യും വീടൊക്കെ. അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് വേറൊരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു കഥ പറയാം. ചിലപ്പോൾ 90s ഉപകാരപ്പെടുന്ന ഒരു കഥയായിരിക്കും. ചിലപ്പോൾ ആ കേട്ടിട്ടുണ്ടാവും. ഒരു ആമയും മുയലും പന്തയം വെച്ചു. ഓട്ട മത്സരത്തിനാണ് പന്തയം വെച്ചത്. അപ്പോൾ മുയലും ആമയും ഓട്ടം തുടങ്ങി. അതിൽ മുയലിന് മനസ്സിലായി തോന്നി ഒരുപാട് അങ്ങോട്ട് മുന്നിലോട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എത്താൻ പറ്റുമെന്ന്. കാരണം ആമ എഴഞ്ഞാണല്ലോ നീങ്ങുന്നത്, അത് കാരണം. പക്ഷേ കുറച്ച് സമയം ഓടിയപ്പോഴേക്കും മുയലിന് ക്ഷീണം വന്ന് മുയൽ കിടപ്പിലായി. ഒരു സ്ഥലത്ത് പോയി നന്നായിട്ട് കിടന്നുറങ്ങി. ആ സമയം കൊണ്ട് ആമ എഴഞ്ഞ് നീങ്ങി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മുയൽ ഉണർന്ന് വീണ്ടും ഓട്ടം തുടങ്ങി ഓടി ചെന്നപ്പോഴേക്കും ആമ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ കഥകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾക്ക് ചെറിയ രീതിയിൽ വീണ്ടും ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇപ്പോൾ കണ്ടില്ല, മഴ പെയ്ത് തോർന്നതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളുടെ മുറ്റമാണ് കേട്ടത്, എൻ്റെ വീടിൻ്റെ മുറമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.